പല ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുവാനും അതുപോലെ തന്നെ അവയെ നിയന്ത്രിച്ചു നിർത്തുവാനും വ്യായാമം ആവശ്യമാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ പലരും വ്യായാമം ചെയ്യുമ്പോൾ അവരേതെങ്കിലും ഒരു വ്യായാമം മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് പലതരത്തിലുള്ള വ്യായാമം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും കിട്ടണമെങ്കിൽ പലതരത്തിലുള്ള വ്യായാമങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അതായത് പലതരത്തിലുള്ള വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എയറോബിക് എക്സർസൈസ് ഉണ്ട്, അത് തന്നെ പലതരത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് വ്യായാമമുണ്ട്, നമുക്ക് യോഗയുണ്ട്, സ്ട്രെച്ചിങ് വ്യായാമമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. അപ്പോൾ വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വ്യായാമത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നു. അതായത് നമ്മൾ നടന്നാൽ മാത്രം പോരാ, നമ്മൾ യോഗ ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്താൽ മാത്രം പോരാ. നമുക്കിതിൻ്റെ എല്ലാം കൂടിയുള്ള പ്രയോജനം കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വ്യായാമ മുറ സ്വീകരിക്കുകയാണ് നല്ലത്. അതായത് ഒരു ദിവസം ഒരു 45 മിനിറ്റ് നമ്മൾ എയറോബിക് വ്യായാമമായ നടത്തം, അല്ലെങ്കിൽ ഡാൻസിങ്, അല്ലെങ്കിൽ നീന്തൽ, അല്ലെങ്കിൽ നമ്മൾ ട്രെഡ്മില്ലിൽ കയറുക, ഇങ്ങനെയുള്ള സൈക്ലിങ് തുടങ്ങിയവ ചെയ്യുക. അതാണ് എയറോബിക് വ്യായാമം. അത് കാർഡിയോ എന്നും പറയാറുണ്ട്. അതായത് ഹൃദയത്തിനാണ് അതിൻ്റെ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. പിന്നെ നമുക്ക് സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യാം. അത് നമ്മുടെ മസിൽസിനും ജോയിൻസിനും ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. യോഗ ഒരു സ്ട്രെച്ചിങ് വ്യായാമമാണ്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് യോഗ ചെയ്യാം. പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസ് അല്ലെ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യാൻ കൂടി അല്പം സമയം കണ്ടെത്തണം. എങ്കിലേ നമ്മുടെ ശരീരത്തിൻ്റെ അപ്പർ ബോഡിയിലുള്ള പല പേശികൾക്കും ബലവും അല്ലെങ്കിൽ അവ സുദൃഢമാകുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഒന്നരാടം ദിവസമെങ്കിലും ഒരു 10 മിനിറ്റ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും ലഭിക്കും. അപ്പോൾ നമ്മൾ എയറോബിക് വ്യായാമത്തിനോടൊപ്പം തന്നെ ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമവും യോഗ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് വ്യായാമവും കൂടി ചെയ്യുവാണെങ്കിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.